ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകരുടെയും നേതാക്കളുടെയും ജീവന് തന്നെ ഭീഷണിയാകുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ആർ.എസ്.എസ്. ബി.ജെ.പി. നേതാക്കളുടെ ലൈംഗിക പീഡനങ്ങൾക്കും സാമ്പത്തിക തിരിമറികളും മണ്ണ് മാഫിയ ബന്ധങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയാണ്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും പ്രവർത്തകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പാർട്ടി നേതൃത്വത്തിനെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. കോട്ടയം എലിക്കുളം സ്വദേശി അനന്തു അജി തിരുവനന്തപുരത്ത് ലോഡ്ജിൽ ആത്മഹത്യ ചെയ്തത് ആർ.എസ്.എസ്. ക്യാമ്പുകളിൽ നേരിട്ട ലൈംഗിക പീഡനങ്ങളെ തുടർന്നാണ്. ആത്മഹത്യക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ ആർ.എസ്.എസ്. നേതാവ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചതായി ആനന്ദ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഘടനയുടെ അന്തർധാര എത്രത്തോളം ജീർണിച്ചതാണെന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു. തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറിയും മുൻ കൗൺസിലറുമായിട്ടുള്ള തിരുമല അനിലിന്റെ ആത്മഹത്യ വലിയ വിവാദമായിരുന്നു. ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നാണ് അനിലിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പ്രതിസന്ധിയിൽ പാർട്ടി ഒറ്റപ്പെടുത്തിയെന്നുള്ള ആത്മഹത്യാക്കുറിപ്പിലെ വിമർശനം ബി.ജെ.പി. നേതൃത്വത്തിന്റെ പ്രവർത്തകരോടുള്ള സമീപനം വ്യക്തമാക്കുകയാണ്. ഈ വിവാദങ്ങൾ കെട്ടടങ്ങും മുമ്പാണ് ആർ.എസ്.എസ്. പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി ആത്മഹത്യ ചെയ്തത്. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിലും പാർട്ടി നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളിലുമുള്ള പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ആനന്ദ് ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യാക്കുറിപ്പിൽ ആർ.എസ്.എസുകാരനായി ജീവിച്ചു എന്നതാണ് ജീവിതത്തിൽ പറ്റിയ വലിയ തെറ്റെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുതന്നെയാണ് ആത്മഹത്യ ചെയ്യുവാനുള്ള അവസ്ഥയിൽ എത്തിച്ചതെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട്. ഇതൊരു സാധാരണ പ്രവർത്തകന്റെ മനസാക്ഷിയുടെ വിങ്ങലാണ്. ബി.ജെ.പിക്ക് അകത്തെ നേതാക്കളുടെ മണ്ണ് മാഫിയ ബന്ധങ്ങളും സാമ്പത്തിക തിരിമറികളും ഈ ആത്മഹത്യകളിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയിലായ സഹകരണ സംഘം വിഷയത്തിൽ ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന വക്താവ് പോലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആരോപണങ്ങൾ ഉന്നയിച്ചതും പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്ന് തെളിയിക്കുകയാണ്. സ്വന്തം പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന നേതൃത്വം കേരളത്തിലെ ജനങ്ങൾക്കൊരു ഭീഷണിയാണ്. നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിയുടെ ജീർണിച്ച നേതൃത്വത്തിനെതിരായുള്ള പ്രതിഷേധം വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായി പ്രതിഫലിക്കും. തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം ബി.ജെ.പിക്ക് ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. മനസാക്ഷിയുള്ളവരാരും തന്നെ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാൻ സാധ്യത ഇല്ല. വർഗീയതയുടെയും ആക്രമണത്തിന്റെയും രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തള്ളിക്കളയും. കഴിഞ്ഞ 5 വർഷക്കാലം തിരുവനന്തപുരം നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഭരണകക്ഷിയെ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, ഈ നിലയിലുള്ള പ്രവർത്തനങ്ങളുമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂത്താട്ടുകുളം തിരുമാറാടിയിലെ നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകൻ മാനവികതയുടെ ഉദാത്ത മാതൃകയാണ് വീണ്ടും കാട്ടിയിരിക്കുന്നത്. മറ്റൊരു വിഷയമാണ്. കേവലം പാഠ്യപദ്ധതിക്കപ്പുറം വിദ്യാർത്ഥികളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എത്രത്തോളം പ്രതിബദ്ധരാണെന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. വീട്ടിൽ നിന്നിറങ്ങി വിട്ടതിനെ തുടർന്ന് കാടുപിടിച്ച സ്ഥലത്ത് ഷട്ടിൽ കഴിഞ്ഞ അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷ ഉറപ്പാക്കിയത് സ്കൂൾ അധികൃതരുടെ ജാഗ്രതയാണ്. 6ാം ക്ലാസ്സുകാരന്റെ ദുരിതം കൗൺസിലിംഗിനിടയിൽ തിരിച്ചറിഞ്ഞതും പ്രധാന അധ്യാപകനടക്കമുള്ള അധ്യാപകരുടെ കൃത്യമായ ഇടപെടലിലൂടെ ആ കുട്ടിക്ക് അമ്മയ്ക്കും സ്വന്തം വീട്ടിൽ സുരക്ഷിതമായി അന്തിയിറങ്ങുവാൻ സാഹചര്യമൊരുക്കിയതും മാതൃകാപരമാണ്. കുട്ടിയുടെ കാര്യത്തിൽ പോലീസും ചൈൽഡ് ലൈനും സ്കൂൾ അധികൃതരും ചേർന്ന് തുറന്ന് നിരീക്ഷണം ഉറപ്പാക്കുന്നത് അഭിനന്ദനാർഹമാണ്. ഓരോ വിദ്യാർത്ഥിയും സുരക്ഷിതമായിരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തിക്കുന്ന എല്ലാ അധ്യാപകർക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.
നിങ്ങൾ വെറും അക്ഷരങ്ങൾ പഠിപ്പിക്കുകയല്ല, സ്നേഹത്തിന്റെ വലിയ പാഠങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെട്ട മാധ്യമ സുഹൃത്തുക്കൾക്കും അഭിനന്ദനങ്ങൾ.